നമസ്കാരം. തലപ്പാടിയിലാണുള്ളത്. ഇത് കണ്ടോ, തലപ്പാടി ടോൾ ഗേറ്റ് ആണ്. അപ്പോൾ അപ്പുറത്ത് കേരള, ഇപ്പുറത്ത് കർണാടക. ബോർഡറാണ്, ടോളാണ്. ഇവിടുന്ന് മാംഗ്ലൂരേക്കാണ് പോകുന്നത്. ഞാൻ ആ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ തലപ്പാടിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അച്ഛനും അമ്മയും അനിയനും കാലിക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് മാംഗ്ലൂരേക്ക്. അപ്പോൾ കാറിലാണ് വരുന്നത്, അപ്പോൾ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈമാണ് അവർ ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇങ്ങോട്ട്. കുറേ കാലമായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല, മാംഗ്ലൂരേക്ക്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം അവരെ തലപ്പാടി ടോൾ പ്ലാസ. അപ്പോൾ ടോൾ കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരും. ഏകദേശം അവർ മഞ്ചേശ്വരം എത്താറായി. മഞ്ചേശ്വരത്ത് നിന്ന് തലപ്പാടിക്ക് അധികം ഇല്ല, വളരെ 10 മിനിറ്റ്സ് അങ്ങനെ എന്തോ ഉള്ളൂ ഈ ടോൾ ഗേറ്റിലേക്ക്. അപ്പോൾ ഇവിടുന്ന് അവരെ ആയിട്ട് വീട്ടിലേക്ക് പോകണം. തലപ്പാടിയിൽ നിന്ന് ഞങ്ങൾ മാംഗ്ലൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബാക്കിൽ നമ്മുടെ ബ്രദർ കാറുണ്ട്. സോമേശ്വര ബീച്ച്, കുറച്ചൊന്നും പോയി കഴിഞ്ഞാൽ സോമേശ്വര ബീച്ചാണ്. ബീച്ചിന്റെ സൈഡിലാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സോമേശ്വര ബീച്ചാണ്. ഇവിടുന്ന് ലെഫ്റ്റ് ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ, ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ സോമേശ്വര ബീച്ച്. അതാണ് ഇവിടുത്തെ ഈ ഏരിയത്തെ ഒരു അട്രാക്ഷൻ. ഇതിപ്പോ 12 മണിയാണ്, ഉച്ച സമയമാണ്. അപ്പോൾ ബോർഡർ ഒന്നും ക്രോസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ബോർഡറൊക്കെ ഇത് കോവിഡിന്റെ അങ്ങനെ കാര്യങ്ങളൊന്നും ബോർഡറിലില്ല. ടോൾ മാത്രം കൊടുത്ത് കയറി പോരാവുന്നുള്ളൂ. റോഡ് നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. കേരളം കഴിഞ്ഞ് ഇപ്പം ഇത് കർണാടക റോഡാണ്. സൈഡിലെപ്പോഴും ഹൈവേയുടെ സൈഡിലെപ്പോഴും ഒരു സർവീസ് റോഡ് ഉണ്ടാവുമല്ലോ. സർവീസ് റോഡെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മുമ്പ് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ തലപ്പാടിയിൽ നിന്ന് കുറച്ച് വരുമ്പോൾ തന്നെ. ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. കുറേ വണ്ടികൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കുറേ വണ്ടികൾ വരുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. റോഡിൽ ഡീവിയേഷൻസ് ഉണ്ടാവും, അത് മാത്രം നോക്കിയാൽ മതി. കുറേ ഡീവിയേഷൻസ് വെച്ചിട്ടുണ്ട്, എല്ലാ ഹൈവേയിലും ഉണ്ടാവും. ഇവിടെയും ഈ ഹൈവേയിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം ടോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആൾക്കാർ അങ്ങോട്ട് കയറി വരുന്നുണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഹോട്ടൽസ് ഉണ്ട്, ചെറിയ ഹോട്ടലുകൾ കാണാം.
ഇതാണ് ഉള്ളാൾ ജംഗ്ഷൻ. ലെഫ്റ്റിലേക്ക് പോകണം. ഓക്കെ, ഇതിന് ലെഫ്റ്റിലേക്ക് പോകണം. ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ ലെഫ്റ്റ്, ഇത് ലെഫ്റ്റിലേക്ക് പോകണം. നേരെ പോയി കഴിഞ്ഞാൽ ബംഗ്ലാവ്. ഇനിയുള്ളത് പമ്പോൽ സർക്കിളാണ് ഇനി വരാൻ പോകുന്നത്. ഈ ബ്രിഡ്ജാണിത്, നേത്രാവതി ബ്രിഡ്ജിന്റെ മേലെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരള കർണാടക, ഇപ്പം കേരള കർണാടക കണക്ഷൻ ഈ ബ്രിഡ്ജാണ്. അതിൻ്റെ അപ്പുറത്ത് റെയിൽവേ ബ്രിഡ്ജ് കാണാം, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് വൺ വേ ആണ് അങ്ങോട്ട്. അതിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ നമ്മുടെ കേരളത്തിലോട്ടുള്ള റോഡ്.